Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor. എടക്കര സബ് ട്രഷറിക്ക് വേണ്ടി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. 11 വർഷമായി വാടക കെട്ടിടത്തിൽ കഴിയുന്ന എടക്കര ട്രഷറിക്കാണ് സ്വന്തമായൊരു ഓഫീസ് കെട്ടിടം ഉയരുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് എടക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. പട്ടത്ത് വിപുലമായ സൗകര്യങ്ങളുള്ള ട്രഷറി ഡയറക്ടറേറ്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. അതും 2 വർഷമായി ആ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കൂടുതൽ ട്രഷറിയിൽ ഇപ്പോൾ ഈ ഘട്ടമായിട്ട് പ്രവർത്തനം നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഏകദേശം 22ഓളം ട്രഷറികളിലാണ് പുതിയ ബിൽഡിംഗ് വരുന്നത്. ട്രഷറികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും സജീവമായ നമ്മുടെ സർക്കാരിന്റെ പൊതുമേഖലയുടെ ആകെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട ബാങ്കാണ്. സർക്കാർ ബാങ്ക് എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിലും സർക്കാരിന്റെ ഖജനാവാണ്. ഖജനാവിന്റെ വിവിധ മേഖലകളിലെ പ്രവർത്തനം വഹിക്കുന്നത് ട്രഷറിയാണ്. നമ്മുടെ ട്രഷറികൾ ഈ പഴയ കെട്ടിടത്തിലൊക്കെയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അതിന്റെ ബിസിനസിന്റെ സ്വഭാവം അറിയുമ്പോഴാണ് അത് ഇത്ര വലുതാണെന്ന് മനസ്സിലാവുക. ഏകദേശം ഒരു വർഷമെടുത്താൽ ഏകദേശം 3 ലക്ഷം കോടി രൂപയുടെ ക്രമേക്രമം അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അത്രയും വലുതാണത്. കേരളത്തിലെ ഏത് പൊതുമേഖലാ ബാങ്ക് കൈകാര്യം ചെയ്യുന്നതിനേക്കാളും അധികം കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥാപനമാണ്. സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് ചെലവ് മാത്രം നമ്മൾ ചെലവാക്കിയത്, ചെലവൊക്കെ വരവും ഉണ്ട്, എന്നാലും ആകെ ബിസിനസ് നോക്കുമ്പോൾ അതെല്ലാം കൂടി ചേർത്ത ചെലവ് മാത്രം 1,75,000 കോടിയാണ് ഏകദേശം പലതരത്തിൽ. അപ്പൊ അത്രയും ബൃഹത്തായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു സ്ഥാപനമാണ് നമ്മുടെ ട്രഷറി. എടക്കര കാറ്റാടി പാലത്തിന് സമീപം ബൈപ്പാസ്, മലയോര ഹൈവേ എന്നിവ കടന്നുപോകുന്ന പ്രദേശത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. എടക്കര ഇലവുംതിട്ട സജി സൌജന്യമായി നൽകിയ 10 സെന്റ് സ്ഥലത്താണ് കെട്ടിടം വരുന്നത്. 1000ഓളം പെൻഷൻകാരും 2 സ്റ്റാമ്പ് വെണ്ടർ, സ്കൂൾ ഉൾപ്പെടെ 140 വിവിധ സർക്കാർ ഓഫീസുകൾ, തൊഴിലാളികളും ജീവനക്കാരുമായി 400ഓളം പേരുള്ള മുണ്ടേരി കൃഷിഫാം അധികൃതരും എടക്കര ട്രഷറിയെയാണ് ആശ്രയിക്കുന്നത്. എടക്കര ട്രഷറിക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ സർക്കാർ 1,47,00,000 അനുവദിച്ചത്. അടുത്ത ഡിസംബറിൽ നിർമ്മാണം പൂർത്തിയാക്കി പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ കഴിയുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ.ടി. ജെയിംസ് അധ്യക്ഷത വഹിച്ചു. പി.വി. അബ്ദുൽ വഹാബ് എം.പി, മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി. ഉസ്മാൻ, പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ്, വാർഡംഗം എം. കെ. ധനഞ്ജയൻ, ട്രഷറി ഡയറക്ടർ വി. സാജൻ, ഡെപ്യൂട്ടി ഡയറക്ടർ ഐ. ബിന്ദു, ജില്ലാ ട്രഷറി ഓഫീസർ എം. കെ. സ്മിജ, വിവിധ കക്ഷി പ്രതിനിധികളായ ടി. രവീന്ദ്രൻ, ബാബു തോപ്പിൽ, കെ. വിനയരാജൻ, വേണു, കെ. ആയിഷക്കുട്ടി, കെ. രാധാകൃഷ്ണൻ, പഞ്ചായത്ത് സെക്രട്ടറി പി. ജെ. ബിജു, മറ്റു വിവിധ സർവീസ് സംഘടനാ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഈസ്റ്റ് ലൈവ്, എടക്കര.